ഇന്നാണ് ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ചൈന ടൗണിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാനും ചിന്നും രാവിലെ തന്നെ ടോട്ടനം കോട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ലെസ്റ്റർ സ്ക്വയർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ചൈന ടൗൺ അടുത്ത്. പക്ഷെ എന്നാലും നല്ലൊരു നടത്തം നടക്കാമെന്ന് വെച്ചു. കാരണം കുറേ നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അങ്ങനെ ടോട്ടനം കോട്ടിൽ നിന്ന് നേരെ ചൈന ടൗണിലേക്ക് വഴിയിൽ നടക്കുമ്പോൾ തന്നെ കാണാം പോലീസുകാർ ബാരിക്കേഡെല്ലാം വെച്ച് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഫുള്ള് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ആൾക്കാരും തിരക്കുമാണ്. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തതെന്ന് വെച്ച് ചൈന ടൗണിൽ നോക്കി അങ്ങനെ നടന്നു. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ശരിക്കും നാട്ടിലൊരു ഉത്സവം പോലെ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയത്. സോ നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് ഇഷ്ടംപോലെ പോലീസുകാരുണ്ട് കേട്ടോ, സെക്യൂരിറ്റി. സോ കുറേ പ്ലോട്ടും കാര്യങ്ങളും എല്ലാം അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ചൈനക്കാരുടെ മെയിൻ കളറാണ് റെഡ്. അതിന് കുറേ മീനിങ് ഉണ്ട്. ഇത് തന്നെ കാണാം, ചൈനീസ് ഫ്ലാഗ് തന്നെ റെഡാണ് മെയിനായിട്ട്. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോകുമ്പം ഓൾറെഡി ഞങ്ങൾ അവിടെ ഒരു മാപ്പിൽ കണ്ടായിരുന്നു ഒരു ലയൺസ് ഡാൻസ്, ചൈനീസ് ഫേമസ് ലയൺ ഡാൻസ് അവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പണ്ട് മുതലേ. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോരോ കാര്യങ്ങളുണ്ട്. അത് വഴിയെ വീഡിയോയിൽ കാണാം. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ കുറച്ച് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ടത്. നോക്കിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ ചൈനീസ് ഡ്രാഗൺ ഡാൻസാണ്, ലയൺ ഡ്രാഗൺ ഡാൻസാണ്. അപ്പം അത് ജസ്റ്റ് അവിടെ നിന്ന് എൻഡ് ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ അതൊരു ചടങ്ങാണ് അവിടുത്തെ. അതായത് ഓരോ ഡ്രാഗണും അവിടെയുള്ള ചൈനീസ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു ആചാരം പോലെ ഡാൻസ് കളിക്കും. അപ്പം ആ ഷോപ്പുകാർ അതിൻ്റെ ഒരു എമൗണ്ട് അവരെ കയ്യിൽ കൊടുക്കും എല്ലാവർക്കും. നാട്ടിലെ തെയ്യം പോലെ തന്നെയാണ്. ലൈക്ക് കർക്കിട തെയ്യം ഓരോ വീട്ടിൽ പോയിട്ട് മീൻസ് സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം വരാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന പോലെ ഇല്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ. അപ്പം നമ്മൾ അടുത്തൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അവിടെയുണ്ട് ഇതേപോലെ ഡ്രാഗൺ ലയൺ ഡാൻസ് കാണുന്നത്. അപ്പം കുറച്ച് സമയം അത് അവിടെ നിന്ന് നോക്കി കണ്ടു. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും വീഡിയോ പകർത്തുന്ന തിരക്കിലാണ്. ഞങ്ങളും അതെ. നല്ല രസമുണ്ടായിരുന്നു അവിടെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേക സൗണ്ടും മീൻസ് അവരുടെ ചെണ്ടയുടെ സൗണ്ടും ഡ്രമ്മായിരുന്നു ആക്ച്വലി. അത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ കുറച്ച് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ടത്. നോക്കിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ ചൈനീസ് ഡ്രാഗൺ ഡാൻസാണ്, ലയൺ ഡ്രാഗൺ ഡാൻസാണ്. അപ്പം അത് ജസ്റ്റ് അവിടെ നിന്ന് എൻഡ് ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ അതൊരു ചടങ്ങാണ് അവിടുത്തെ. അതായത് ഓരോ ഡ്രാഗണും അവിടെയുള്ള ചൈനീസ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു ആചാരം പോലെ ഡാൻസ് കളിക്കും. അപ്പം ആ ഷോപ്പുകാർ അതിൻ്റെ ഒരു എമൗണ്ട് അവരെ കയ്യിൽ കൊടുക്കും എല്ലാവർക്കും. നാട്ടിലെ തെയ്യം പോലെ തന്നെയാണ്. ലൈക്ക് കർക്കിട തെയ്യം ഓരോ വീട്ടിൽ പോയിട്ട് മീൻസ് സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം വരാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന പോലെ ഇല്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ. അപ്പം നമ്മൾ അടുത്തൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അവിടെയുണ്ട് ഇതേപോലെ ഡ്രാഗൺ ലയൺ ഡാൻസ് കാണുന്നത്. അപ്പം കുറച്ച് സമയം അത് അവിടെ നിന്ന് നോക്കി കണ്ടു. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും വീഡിയോ പകർത്തുന്ന തിരക്കിലാണ്. ഞങ്ങളും അതെ. നല്ല രസമുണ്ടായിരുന്നു അവിടെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേക സൗണ്ടും മീൻസ് അവരുടെ ചെണ്ടയുടെ സൗണ്ടും ഡ്രമ്മായിരുന്നു ആക്ച്വലി. അത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി എല്ലായിടത്തും ഒരേ ചടങ്ങ് തന്നെയാണ്, മീൻസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കത് കുറച്ച് കണ്ടു കഴിഞ്ഞപ്പം ചെറിയ രീതിയിൽ ബോറടിച്ചു. അപ്പം വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചൈന ടൗണിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ മെല്ലെ നടക്കാൻ തുടങ്ങി. ഇത് കുറച്ച് ഒരു ഷോർട്ട് കട്ട് പോലെയാണ്. അതിലേക്ക് നടന്ന് അപ്പുറം സ്ട്രീറ്റിലെത്താൻ പറ്റും പെട്ടെന്ന്. തിരക്കും കുറവാണ്. ഞാനും ജിനും മെല്ലെ അതിൽ നടക്കാൻ തുടങ്ങി.
രാവിലെ 10 മണിക്ക് മുതൽ നല്ലൊരു കാർണിവൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അത് നമുക്ക് മിസ്സായിപ്പോയി. എന്തായാലും നെക്സ്റ്റ് ഇയർ അത് കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ നടന്നുകൊണ്ട് പോകുന്നതിന്. ഇത് ചൈന ടൗണിൻ്റെ വേറൊരു എൻട്രൻസാണ്. എല്ലാം നല്ല റെഡിൽ കുളിച്ച് നിൽക്കുന്നതാണ്. റെഡിന് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, പ്രത്യേകിച്ച് ന്യൂ ഇയർ സമയത്ത്. അതിവർക്ക് പല പല മീനിങ്സ് ഉണ്ട്. നല്ല ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം ഓരോ കൊണ്ടുവരുന്നു അവർ വിശ്വസിക്കുന്നു. അപ്പം ഇവിടെ ചൈനക്കാർ മാത്രമല്ല, എല്ലാ നാട്ടിലെ ആൾക്കാരും ഇത് ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്. നാട്ടിലെ പോലെ ചെറിയ ചെറിയ ചന്തകളുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, ഫുഡ് സ്റ്റാൾസ് ഉണ്ട്. ഹോട്ടലെല്ലാം ഭയങ്കര തിരക്കാണ്, ക്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും ഫുഡ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു, കാരണം അത്രയും വലിയ ക്യൂ ഒന്നും അതിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഇവിടെ ഐറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അടുത്തുള്ളൊരു പോലീസുകാരോട് ചോദിച്ചു നോക്കി, എന്തെങ്കിലും ഉണ്ടോ, മെയിനായിട്ട് എന്തെങ്കിലും കാർണിവലോ പ്രോഗ്രാംസോ ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടോ, അല്ല ജസ്റ്റ് ഇതേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം പോലീസുകാരും പറഞ്ഞു ലയൺ ഡാൻസ് ഉണ്ട് ഇവിടെ. അപ്പം അപ്പുറത്തെ സ്ട്രീറ്റിൽ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വേറെയാണ്, ഇവർക്ക് വേറെ ഡ്രാഗണും കൂടെയുണ്ട്, മീൻസ് ലയണും കൂടെയുണ്ട് ഡാൻസ് കളിക്കുന്നത്. അതെന്തായാലും ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അവരോടൊരു താങ്ക്സും പറഞ്ഞ് നമ്മൾ മെല്ലെ ഫ്രണ്ടിലോട്ട് പോയി നോക്കി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടുത്തെ ലയണിന് കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, പല ടൈപ്പ് കളറുണ്ട് ഇവിടുത്തെ ചൈനീസ് ലയൺസിന്. അപ്പോൾ ഓരോ കളറും ഓരോ മീനിങ് ആണ്. പ്രത്യേകിച്ച് തന്നെ യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആദ്യം കണ്ട ലയൺ, അത് ഈ ലയൺസിൽ ഏറ്റവും മുതിർന്ന ലയണാണ്. റെഡ് പറയുമ്പോൾ സെക്കൻഡ് ബ്രദറാണ്. ബ്ലാക്ക് ഓർ ഗ്രീന് യങ്ങസ്റ്റ് ബ്രദറാണ്. ഇവിടെ കാണേണ്ടത് നമ്മൾ ബ്ലാക്ക് കളറാണ്, മീൻസ് യങ്ങസ്റ്റ് ബ്രദറാണ്. അപ്പോൾ ഒരു സൈഡിൽ അപ്പർ സ്ട്രീറ്റിൽ എൽഡർ ബ്രദറാണെങ്കിൽ ഇപ്പുറം സ്ട്രീറ്റിൽ യങ്ങസ്റ്റ് ബ്രദറാണ്. ഇതിൽ വൈറ്റ് ഡ്രാഗൺ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓൾഡസ്റ്റ് ആണ്, മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡ്രാഗണാണ്. അതേപോലെ തന്നെ ഈ ഡ്രാഗൺസിനും കളറിൻ്റെ മീനിങ് കൂടിയുണ്ട്, പല മീനിങ്ങും ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പം ഇത് അടിപൊളിയായിരുന്നു. ഇത് കുറച്ച് വലുതായിരുന്നു. ഫേസിലെല്ലാം കുറച്ച് നല്ല എക്സ്പ്രഷനെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സെയിം ടീം തന്നെയാണ് ഇവർ നടത്തുന്നത്, ചൈന ടൗൺ അസോസിയേഷൻ്റെ അവർ തന്നെയാണ് നടത്തുന്നത്. നമുക്ക് മനസ്സിലായി ഈ ഹോട്ടലിലേക്കാണ് നെക്സ്റ്റ് അവർ വരുന്നത്. അപ്പോൾ അടുത്തുനിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ തന്നെ സമർപ്പിച്ചൊന്ന് വെയിറ്റാക്കി നിന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, അവർക്ക് ഒരു ഷോപ്പും കൂടി അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അതവിടെ നിന്ന് നോക്കി കണ്ടു നമ്മളിവിടം വരുന്നവർ.
പെണ്ണാന്നിട്ടോ അത്?